2020 ഇറങ്ങിയ ഒരു ബുക്ക് ആരും അറിയാതെ പോകുന്നു. പിന്നീടത് ആരോ വായിച്ച് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു റിവ്യൂ റീലായിട്ടിടുന്നു. അങ്ങനെ ആ റീലുകൾ പെരുകുന്നു, ഇൻസ്റ്റാ റീലുകൾ പെരുകുന്നു, കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുന്നു, കൂടുതൽ ആളുകൾ വായിക്കുന്നു. അങ്ങനെ ഏറ്റവും അധികം ആളുകൾ വായിച്ച 2 ലക്ഷത്തിൽ പരം കോപ്പികൾ വിറ്റഴിഞ്ഞു പോയ ഒരു പുസ്തകമാകുന്നു അത്. ഏത് പുസ്തകമെന്നല്ലേ? അത് വായിച്ചവർക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാവും. ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേക്കരൻ. മറ്റേത് ബുക്കുമല്ല, ഇതാണത്. റാം കെയർ ഓഫ് ആനന്ദി. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. ട്രെൻഡുകൾ ഇങ്ങനെ അറിയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും എനിക്ക് ബുക്ക് വാങ്ങി വായിക്കണമെന്ന് പ്രത്യേകിച്ച് തോന്നിയിരുന്നില്ല. അപ്പോഴാണ് സഹപ്രവർത്തകയായ കവിതാ ചിത്രം വന്നിട്ട് എന്നോട് നീ ബുക്ക് വായിച്ചോടാ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ചില്ല, വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. കവിതച്ച് വായിച്ചോ എന്ന് ചോദിക്കുന്നു. കവിതച്ച് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചു, എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കൊണ്ടുവരും, ഒന്ന് വായിച്ച് നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ വായിച്ചു തുടങ്ങുന്നു. ആദ്യ ഇരിപ്പിലൊരു 100 പേജ് വായിക്കുന്നു. നമ്മൾ മുൻപ് വായിച്ച, അല്ലെങ്കിൽ ഞാൻ മുൻപ് വായിച്ച തകഴി, MD സക്കറിയ, മുകുന്ദൻ, ആനന്ദ്, OV വിജയൻ, സുഭാഷ് ചന്ദ്രൻ, KR മീര, പത്മരാജൻ, S ഹരീഷ്, ബെന്യാമിൻ, വിനോയ് തോമസ്, ബഷീർ തുടങ്ങി എഴുത്തുകാരുടെ ഭാഷാശൈലി ഇല്ല. ഒരു നോവലായി തോന്നുന്നില്ല. പകരം ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ കാണുന്നത് പോലെ. അങ്ങനെ ഇത് 100 പേജ് വായിച്ചതിന് ശേഷം ഞാൻ ഓഫീസിലെത്തി കവിതയെ കാണുമ്പോൾ കവിതയോട് ഞാൻ പറഞ്ഞു, എനിക്കും അത്ര വലിയ രസമായിട്ട് തോന്നുന്നില്ല, ഒരു ഹൃദയം സിനിമയൊക്കെ പോലെ തോന്നുന്നു, കുറച്ച് പൈങ്കിളിയാണോ എന്നൊരു സംശയമെന്ന്. വീണ്ടും വായന തുടങ്ങുന്നു. പതിയെ പതിയെ എനിക്ക് മനസ്സിലാകുന്നു ഞാനതിലെ റാം, വെട്രി, രേഷ്മ, മല്ലി, പാട്ടി, ആനന്ദി തുടങ്ങിയ കഥാപാത്രങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത് പോലെ. അങ്ങനെ എന്തോ ഒരു മാജിക് ഒരു 200 പേജിനപ്പുറത്തേക്ക് വരുമ്പോൾ ഈ കഥയ്ക്ക് ഉണ്ടാവുകയാണ്. വലിയ വ്യംഗ്യാർത്ഥങ്ങളില്ല, ആഴമുള്ള എഴുത്തല്ല, എങ്കിലും നമ്മൾ ആ ലോകത്താണ്. മല്ലിയുടെ അനുജൻ ബുള്ളറ്റിൻ്റെ ടാങ്ക് അടിച്ച് പൊളിക്കുമ്പോൾ നമ്മുടെ നെഞ്ചും വേദനിക്കുന്നുണ്ട്. റാമിൻ്റെ കവിളിലെ കോഴിക്കുഴി നമുക്ക് കാണാൻ കഴിയും. ഈ അഖിലിൻ്റെ ഇൻ്റർവ്യൂ, അഖിൽ മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴും ആ കോഴിക്കുഴി നമുക്ക് കാണാം. അങ്ങനെ പതിയെ പതിയെ വിനീത് ശ്രീനിവാസൻ കഥകൾ, വിനീത് ശ്രീനിവാസൻ സിനിമയിൽ നിന്നും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു മണിരത്നം സിനിമയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ കഥയ്ക്ക്, ഈ നോവലിന് ഉണ്ടാവുകയാണ്. പുസ്തകം വലിയൊരു ശതമാനം ആളുകൾ വാങ്ങി വായിക്കുകയും എല്ലാവരും ഇഷ്ടപ്പെടുകയും റീലുകളായി ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാകുകയും ചെയ്യുമ്പോഴും മറ്റൊരു വിഭാഗം ആളുകൾ ഇതൊരു പൈങ്കിളിയാണ്, ക്രിഞ്ചാണ് എന്നൊരു അഭിപ്രായവും പറയുന്നുണ്ട്. മറ്റ് വലിയ മഹത്തരമായ കൃതികളൊക്കെ വായിച്ചതുകൊണ്ടായിരിക്കാം അത്. അപ്പോൾ അതിന് അഖിലിൻ്റെ രീതിയിൽ തന്നെ ഒരു മറുപടി ഉണ്ട്. ഞാൻ ഒരു സ്റ്റാർട്ടറാണ്, മഹത്തരമായ കൃതിയൊന്നുമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ എഴുതി തുടങ്ങാൻ വേണ്ടി ഒരു ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമത്തിനെ അംഗീകരിക്കുക. ഇത് വലിയൊരു അംഗീകാരമാണ്. ഇത്രയും അംഗീകാരം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇത് എന്ന്. ശരിയാണ്, റാം കെയർ ഓഫ് ആനന്ദി വലിയൊരു സാഹിത്യ സൃഷ്ടിയല്ല, പക്ഷേ അതൊരു ഫീലാണ്. അദ്ദേഹം മുമ്പ് എഴുതിയ ഓജോ ബോർഡ് എന്ന കൃതി വിറ്റഴിക്കാൻ വേണ്ടി കൊണ്ടു നടന്നതും തലച്ചുമടായി അത് കൊണ്ടു നടന്ന കാര്യവും, അതേപോലെ തന്നെ അത് സ്ഥലം മുടക്കിയാണ്, ചെതലരിച്ച് പോകുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഇയാൾ റാം കെയർ ഓഫ് ആനന്ദി എഴുതുമ്പോഴും അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാ വെറുതെ വീട്ടിലെ സ്ഥലം, ഒന്നാമത് വീട്ടിൽ സ്ഥലമില്ല, വീട്ടിലെ സ്ഥലം കളയാൻ വേണ്ടി ഇത് ഉണ്ടാക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് ആരും വാങ്ങാതെ, ആരും അറിയാതെ പോയിട്ട് അഖിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പല ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയും ഓരോ ഭാഗങ്ങളുടെയും പിന്നീട് അതിന് കാഴ്ചക്കാർ വരികയും ഒരു 18,000-ഓളം കാഴ്ചക്കാരുണ്ടാകുകയും അവർ ആ സാധനത്തിന് പ്രൊമോട്ട് ചെയ്യും. ഒരു ക്രൗഡ് ഫണ്ടിങ്ങോട് ചേർന്നിട്ട്, അവരോട് ചേർന്നിട്ടാണ് പിന്നീട് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ടീം ഈ റാം കെയർ ഓഫ് ആനന്ദി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയും റാമിൻ്റെ കൂടെ നിന്നു എന്നും, റാമല്ല, നമുക്ക് എപ്പോഴും റാം എന്ന അഖിലിനെ നമുക്കിങ്ങനെ തോന്നിപ്പോകും. അതുകൊണ്ട് അഖിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ അഖിൽ തന്നെയാണ് റാം. അഖിലിൻ്റെ പല ക്യാരക്ടറുകളും റാമിലുണ്ട്. ഏതായാലും റാം കെയർ ഓഫ് ആനന്ദി സിനിമയാക്കാനുള്ള യാത്രയിലാണ് അഖിൽ. അതിന് വേണ്ടിയിട്ട് പ്രണവിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി പ്രണവിനെ കാണാൻ വേണ്ടി അദ്ദേഹം കുറേ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പ്രണവിനെയും റാമായിട്ട് പ്രണവിനെയും ആനന്ദിയായിട്ട് സായി പല്ലവിയെയുമാണ് അഖിൽ മനസ്സിൽ കണ്ടത് എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഈ നോവൽ ആളുകളുടെ ഹൃദയം കവരുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ
ഇതിലെ മല്ലി എന്ന കഥാപാത്രം, ട്രാൻസ്ജെൻഡർ കഥാപാത്രം യഥാർത്ഥത്തിലുള്ള ഷാലുവിൻ്റെ കഥയുമായി സാമ്യമുള്ളതിനാലാകാം. അതേപോലെ അനുജൻ രാജയെ തേടി നടക്കുന്ന ആനന്ദിമാരെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ നാട്ടിൽ ഉണ്ട് എന്നതുകൊണ്ടായിരിക്കാം. അവരെ സംരക്ഷിക്കാനും അവരെ സ്നേഹിക്കാനും അവരോടൊപ്പം നിൽക്കാനും റാമിനെ പോലെയും വെട്രിയെപ്പോലെയും രേഷ്മയെപ്പോലെയുമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുകയും പ്രായമായ കാലത്തും തൻ്റെ പത്മിനിയെടുത്ത് അവർക്ക് വേണ്ടി ഇറങ്ങുന്ന പാട്ടിയെപ്പോലുള്ള അമ്മൂമ്മമാരുണ്ടാകുന്നതുമൊക്കെ ആകാം കാരണം. അത്തരത്തിലുള്ള സ്നേഹവും കരുതലും ഇഴപിരിഞ്ഞ് കിടക്കുന്നൊരു നല്ലൊരു ഫീൽ ഉള്ള വലിയ സാഹിത്യ സൃഷ്ടിയല്ല, ഒരു ഫീലായി ഒരു അനുഭവമായി അനുഭവിച്ചറിയാനുള്ളൊരു കഥയാണ് റാം കെയർ ഓഫ് ആനന്ദി.